ഈ ഹോട്ടലിലെല്ലാം ഭക്ഷണം കഴിക്കുന്ന പോലെ കുറേ കറിയെല്ലാം കൂട്ടി ചോറുന്നാനും ഭയങ്കര ഒരു പൂതി തോന്നി. പൂതി തോന്നിയിട്ട് കാര്യമില്ലല്ലോ, എൻ്റെ ചെക്ക സമ്മതിക്കണ്ടേ. അതുകൊണ്ട് തന്നെ 2 ദിവസം സമയം എടുത്തിട്ടോ ഒരു 3-4 കൂട്ടം കറി തയ്യാറാക്കി എടുക്കാൻ. അതിലുണ്ടാക്കിയ ഇഞ്ചിപ്പുളീൻ്റെ റെസിപ്പി പറഞ്ഞുതരാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഉലുവ പൊട്ടിച്ചിട്ട് ചോപ്പ് ചെയ്ത ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കുക. ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതൊന്ന് വെന്തതിന് ശേഷം 1/2 അണി വെള്ളം കൂടി ഉരുക്കി വയ്ക്കുക. പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഒന്ന് വറ്റി വന്നാൽ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ വെളിച്ചെണ്ണയിൽ കടുക്, കറിവേപ്പില, വറ്റൽമുളക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇഞ്ചിപ്പുളി റെഡി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ചെറിയ കുട്ടി ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു 3 ദിവസം എടുത്തിട്ടോ. ആദ്യം സാമ്പാർ ഉണ്ടാക്കി, പിറ്റേ ദിവസം അവിയലുണ്ടാക്കി, പിറ്റേ ദിവസം മോരുകറിയും പുളിയിഞ്ചിയും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒരുമിച്ചങ്ങ് എല്ലാം കൂടി അങ്ങ് കൂട്ടി കഴിച്ച്, അല്ലാ എന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എല്ലാം കൂടി കൂട്ടി കഴിക്കാനും.